ഒരമ്മയുടെ കഥ. തെക്കൻ പനിയും വസൂരിയും കോളറയും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളുമൊക്കെ മനുഷ്യജീവൻ കവർന്നെടുത്തിരുന്ന കാലം. കീമറ്റത്തിൽ പീലി താമസിച്ചിരുന്നത് രാമപുരത്തിനടുത്ത് പിഴകിന് സമീപം ചെറിയ കുറിഞ്ഞിയിലാണ്. പീലി ഒന്നിനു പുറകെ ഒന്നായി 2 കല്യാണം കഴിച്ചെങ്കിലും 2 പേരും മരിച്ചുപോയി. 2 കല്യാണത്തിൽ നിന്നും മക്കളൊന്നും ശേഷിച്ചുമില്ല. പാലായിൽ നിന്നുള്ള മറിയം വിധവയായിരുന്നു. അവൾക്ക് ഒരു കൊച്ചുമകനുണ്ടായിരുന്നു. വീട്ടുകാർ മറിയത്തെ പീലിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. 3 വയസ്സുള്ള ചാക്കോയെയും കൈപിടിച്ച് സുന്ദരിയും സൗമ്യശീലയും ആഠ്യത്വം നിറഞ്ഞവളുമായ മറിയം കീമറ്റത്തെ കുടുംബത്തിലേക്ക് പീലിയുടെ ഭാര്യയായി പടികയറി. പീലിക്കും മറിയത്തിനും 4 ആൺമക്കളും ഇരട്ടകളായി 2 പെൺകുട്ടികളും ഉണ്ടായി. എല്ലാവരിലും മൂത്തവനായി അമ്മയുടെ കൈപിടിച്ച് കീമറ്റ കുടുംബത്തിൽ നടുനായകനായി കയറി വന്ന ചാക്കോയും 4 മറ്റ് ആൺമക്കളും 2 പെൺമക്കളും ചെറിയ കുറിഞ്ഞിയിലും പിന്നീട് കരിങ്കുന്നമടുത്തുള്ള വറ്റല്ലൂരും കീമറ്റത്തിൽ കുടുംബത്തിൻ്റെ വീടും മുറ്റവും പരിസരവും സജീവ സന്തുഷ്ട സങ്കേതങ്ങളാക്കി. അമ്മ മറിയത്തെ ജീവിത ദുഃഖങ്ങൾ പിന്തുടർന്നു. ഇരട്ടകളിൽ ഒരുവൾ 7-ാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. 3 കല്യാണം കഴിച്ചെങ്കിലും വിധവയായി ജീവിക്കാനായിരുന്നു അമ്മ മറിയത്തിൻ്റെ വിളി. പീലിയും യാത്ര പറഞ്ഞു. അമ്മ മറിയം 5 മക്കളെയും ചേർത്ത് പിടിച്ച് ജീവിതയാനം മുന്നോട്ടെടുത്തു. അമ്മ മറിയത്തിൻ്റെ മൂത്ത മകൻ ഒറ്റല്ലൂര് തന്നെ താമസമുറപ്പിച്ചു. ഇളയ മകൻ കുഞ്ഞാഗസ്തി ഒരു ഏക മകളെ കല്യാണം കഴിച്ച് ഒറ്റല്ലൂര് തന്നെ താമസമാക്കി. ഔസേപ്പ്, തൊമ്മൻ, കുഞ്ഞവര എന്നിവർ ചെപ്പുകുളത്തിൽ കുടിയേറി. ചെറിയ കുറിഞ്ഞിയിലും ഒറ്റല്ലൂരും പിടിച്ചു നിന്നാൽ വരും തലമുറയ്ക്ക് ജീവിക്കുവാൻ വകയുണ്ടാകില്ല എന്നവർ കണക്കുകൂട്ടി. തൊടുപുഴയ്ക്ക് കിഴക്ക് ചെപ്പുകുളത്തേക്ക് അധ്വാനശീലരായ ആ 3 മക്കൾ അമ്മയുടെ അനുഗ്രഹത്തോടെ കുടിയേറി. വല്ലപ്പോഴും ചെപ്പുകുളത്ത് വന്ന് താമസിക്കുമ്പോൾ കുർബാന കാണാൻ കഴിയാത്തതിൽ ദുഃഖിതയായിരുന്നു അമ്മ. ഉടുമ്പന്നൂർ പോയി കുർബാന കാണണമെങ്കിൽ ചക്കുരാമ്പാണ്ടി എന്ന ക്ലിഫ് ക്രോസ് ചെയ്യണം. അത് ദുഷ്കരമായിരുന്നു. കുടിയേറ്റക്കാർ ഒരു ഷെഡ് പണിത് അവിടെ മാസത്തിലൊരിക്കൽ കുർബാന ചെല്ലുവാനുള്ള ഏർപ്പാടുകൾ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ നാമത്തിൽ ആരംഭിച്ച ആ ഷെഡ് ഇന്ന് ചെപ്പുകുളം ഇടവക പള്ളിയാണ്. അധ്വാനം ദൈവം അനുഗ്രഹിച്ചു. കറുത്ത പെന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകിൻ്റെ വില ഉയർന്നു. കീമറ്റം കുടുംബത്തിലെ 3 കാരണവന്മാർ ഔസേപ്പും തൊമ്മനും കുഞ്ഞവരായും സ്വത്ത് പങ്കുവെച്ച് ഔസേപ്പ് ആലക്കോട്ടയ്ക്കും തോമ ഉടുമ്പന്നൂരിനും കുഞ്ഞവര കലയന്താനിക്കും താമസം മാറ്റി. സ്ഥലം വാങ്ങി വീട് വെച്ചു. അമ്മ മറിയം അവസാന കാലത്ത് മകൻ ഔസേപ്പിൻ്റെ കൂടെ ആലക്കോട്ട് താമസമാക്കി. മക്കൾക്കെല്ലാം